മാലിന്യ നിർമ്മാർജ്ജനത്തിൽ റെയിൽവേ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നില്ലെന്ന ആരോപണം ശരിവെക്കുന്ന രേഖ 24-ന് തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ മാലിന്യ സംസ്കരണത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചെന്നും മിനിറ്റ്സ് വ്യക്തമാക്കുന്നു. തമ്പാനൂരിലെ തുരങ്കം വൃത്തിയാക്കാൻ മെയ് മാസത്തിൽ നൽകിയ കത്തിനോടും റെയിൽവേ മുഖം തിരിച്ചു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇന്നലെ മന്ത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു. റെയിൽവേയുടെ നിസ്സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പുറത്തുവരുന്ന രേഖകളുടെ വിശദാംശം, കൂടാതെ മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടക്കുന്ന യോഗത്തിന്റെ വിശദാംശങ്ങളും എന്താണ്? വേണു, ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയിയുടെ അപകട മരണത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ പൂർണ്ണമായും കൈയൊഴിയുന്ന ഒരു സമീപനമാണ് നടത്തിയത്. മാത്രമല്ല, നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ ഇതുവരെയും റെയിൽവേ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയാനാണ് റെയിൽവേ ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു കാര്യവും. ഇതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുന്നത്. അത് പലപ്പോഴായി തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിലെ റെയിൽവേക്ക് കീഴിൽ വരുന്ന സ്ഥലങ്ങളിലെ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ റെയിൽവേ അറിയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ യോഗത്തിൽ തിരുവനന്തപുരം ഡിവിഷനിലെ മാലിന്യ നീക്കം ശരിയായി നടക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ അത് സർക്കാർ നടത്തിയെന്ന് ഈ മിനിറ്റ്സിൽ വ്യക്തമാകുന്നുണ്ട്. മാലിന്യ നീക്കത്തിൽ ഡിവിഷനിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെന്നും സർക്കാർ വിമർശിച്ചു. ഈ യോഗത്തിൽ റെയിൽവേ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനാണ്. പാലക്കാട് ഡിവിഷനിലെ സീനിയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കാനുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നും ഈ മിനിറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ യോഗത്തിൽ, അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ തിരുവനന്തപുരത്തെ ടണൽ വൃത്തിയാക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തില്ല എന്നുള്ള കാര്യം കൂടി മിനിറ്റ്സിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഉന്നത ഉദ്യോഗസ്ഥരില്ല. റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ മിനിറ്റ്സിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ തൊട്ടടുത്ത മാസം, അതായത് മെയ് 29-നും തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, റെയിൽവേ പരിധിയിലുള്ള ടണലിലെ മാലിന്യം നീക്കം ചെയ്യണം, റെയിൽവേ അടിയന്തരമായ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും ആ ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഉത്തരവിനോടും റെയിൽവേ പൂർണ്ണമായും മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ്. ജോയി അപകടത്തിൽപ്പെട്ട് വീണതും ഇതേ ടണലിൽ തന്നെയാണെന്നുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടെയാണ് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. വ്യാഴാഴ്ചയാണ് ഈ യോഗം. രാവിലെ 11:30 ഓൺലൈനായി യോഗം ചേരും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി, അതേപോലെ തന്നെ ആരോഗ്യം, ജലവിഭവ വകുപ്പ് മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. MLA-മാരും തിരുവനന്തപുരം മേയറും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.